നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലേക്ക് മികച്ച ശമ്പളമുള്ള ചില അവസരങ്ങൾ. ഫ്രഷേഴ്സിന് പോലും പ്രതിമാസം 7 ലക്ഷം രൂപ ശമ്പളമുള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ചില ഇന്റേൺഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ തുച്ഛമായ സ്റ്റൈഫൻഡ് ആയിരിക്കും ലഭ്യമാവുക. എന്നാൽ ഒരു ഗവൺമെന്റ് ഏജൻസി ഒരുക്കുന്ന ഇന്റേൺഷിപ്പ് ഏതാണ്ട് 25ഓളം ഒഴിവുകളുണ്ട്. അവിടെ 24,000 വരെ സ്റ്റൈഫൻഡ് പ്രതിമാസം ലഭ്യമാകുന്ന അവസരങ്ങളുണ്ട്. ഇതുകൂടാതെ ചില വിദേശ അവസരങ്ങൾ, ഇങ്ങനെയുള്ള ചില അവസരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. 4-5 കമ്പനികളിലെ റിക്രൂട്ട്മെന്റ് വിവരങ്ങൾ. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഡേറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ജോബ് ഗ്യാരണ്ടിയോടെ പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. 360 ഡിജി TMG എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇതൊക്കെ ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ പഠിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടും ഒക്കെ പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നത്. ഓർക്കുക, ഈ ചന്ദ്രയാൻ പ്രോജക്റ്റിന്റെ വിജയത്തോടെയൊക്കെ ഈ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുള്ള മേഖലയാണ് ഡേറ്റ സയൻസ്, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകൾ. അപ്പോൾ ഇത് IIT-ന്നും IIM-ന്നും ഒക്കെയുള്ള ട്രെയിനേഴ്സിൽ നിന്ന് പഠിക്കുവാനുള്ള ഒരു അവസരമാണ് ഇവരെ ഒരുക്കുന്നത്. ഇത് മാത്രവുമല്ല, പല ക്യാപ്സ്റ്റോൺ ലൈവ് പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ, ന്യൂയോർക്കിലെ സണ്ണി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നേടുന്നതിനുള്ള അവസരം, ഇതൊക്കെയാണ് ഈ 360 ഡിജി TMG ഒരുക്കുന്നത്. 6 to 14 lakh പെർ ആനം ആവറേജ് CTC ഒക്കെയുള്ള പേ പാക്കേജ് ഉള്ള അവസരങ്ങളായിരിക്കും ലഭ്യമാവുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു അവസരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവിടെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ആദ്യം ഞാൻ ആസാപ്പ് ഒരുക്കുന്ന ഒരു ഇന്റേൺഷിപ്പ് അവസരം ഒന്ന് സൂചിപ്പിക്കാം. ആസാപ്പ് കേരള എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലുള്ള ഒരു കമ്പനിയാണ്. അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം. അപ്പോൾ ഇവരാണ് ഏതാണ്ട് 25ഓളം തസ്തികകളിലേക്കുള്ള ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഒരുക്കുന്നത്. മികച്ച സ്റ്റൈഫൻഡ് ഉള്ള അവസരങ്ങളാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. കെയർഫോൺ, അതേപോലെ കില, അതേപോലെ റീബിൽഡ് കേരള, ഈ 3 സ്ഥാപനങ്ങളിലായിട്ടാണ് ഈ 25ഓളം അവസരങ്ങളുള്ളത്. കെയർഫോണിൽ ഫീൽഡ് എഞ്ചിനീയേഴ്സ് ആയിട്ട് 14 പേരെ ഇവര് ഇന്റേൺഷിപ്പിന് തിരഞ്ഞെടുക്കുന്നുണ്ട്. 10,000 രൂപ പെർ മന്ത് പ്ലസ് ട്രാവൽ അലവൻസ് ആയിരിക്കും അതിന്റെ സ്റ്റൈഫൻഡ് ലഭ്യമാവുന്നത്. ഏതാണ്ട് 10 ജില്ലകളിലായിട്ടാണ് ഈ 14 ഒഴിവുകളുള്ളത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അവസരങ്ങളുള്ളത്. ഇത് ബിടെക്, ഇലക്ട്രിക്കല്, അല്ലെങ്കിൽ ബിടെക്, അത് ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതേപോലെ കെയർഫോണിന്റെ തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള ഓഫീസുകളിലേക്ക് ട്രെയിനി എഞ്ചിനീയേഴ്സ് ഇൻ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് 7 പേരെ നിയമിക്കുന്നുണ്ട്. അതിനും 10,000 രൂപയാണ് സ്റ്റൈഫൻഡ്. അതും ബിടെക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കില, തൃശ്ശൂരുള്ള കിലയിലേക്ക്, മലപ്പുറത്തെ കിലയിലേക്ക് എഞ്ചിനീയറിംഗ് ഇന്റേൺ എന്നതിൽ ഒരാളെ നിയമിക്കുന്നുണ്ട്. 24,040 രൂപ സ്റ്റൈഫൻഡ് ഉള്ള ഒരു മികച്ച അവസരമാണ്. ബിടെക് സിവിൽ എഞ്ചിനീയേഴ്സിനാണ് ആ അവസരം ലഭ്യമായിരിക്കുന്നത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവില് 3 പേരെ എഞ്ചിനീയറിംഗ് ഇന്റേൺ എന്നതിൽ 15,000 രൂപ സ്റ്റൈഫൻഡിൽ തിരുവനന്തപുരത്ത് നിയമിക്കുന്നുണ്ട്. അതിന് MTech സ്ട്രക്ചറൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 19 ആണ്. കൂടുതൽ വിവരങ്ങൾ jobsbridge.com നമ്മുടെ സൈറ്റിലുണ്ട്, അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഞാൻ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള ഒരു പ്രമുഖ കമ്പനിയാണ് CareStack എന്നുള്ളത്. അവിടെ ലഭ്യമായിരിക്കുന്ന ചില മികച്ച അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് 2023 പാസ് ഔട്ട് ആവുന്നവരെ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. 7 lakh പെർ ആനമാണ് ശമ്പളമുള്ളത്. ടെക്നോ പാർക്കിലായിരിക്കും ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളുള്ളത്. അപ്പോൾ അതിന് വേണ്ട സ്കില്ലുകൾ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. കോഡിംഗ് സ്കിൽസ് ഉണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവിംഗ്, ലോജിക്കൽ റീസണിംഗ്, ഊപ്സ് കൺസെപ്റ്റ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അറിയണം, ഡാറ്റാ ബേസുകളെ കുറിച്ച് അറിയണം. ഇവർ സൂചിപ്പിക്കുന്നത് 2023 പാസ് ഔട്ട് ആയിട്ടുള്ള ബിടെക് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മറ്റൊരിടത്ത് പ്രത്യേകിച്ച് എലിജിബിലിറ്റി ഒന്നും സൂചിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് 2023 ബാച്ച് ആണെങ്കിൽ, അതല്ലെങ്കിൽ 2023 ബാച്ചും ബാക്കി ബ്രാഞ്ചുകൾ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഊപ്സ് കൺസെപ്റ്റും കോഡിംഗ് സ്കിൽസും ഡാറ്റാബേസും ഒക്കെ നന്നായിട്ട് അറിയാമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുവാനായിട്ട് കഴിയും. ഒക്ടോബർ 15 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പ്രത്യേകം നോക്കുക. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നത് ഈ ജിടെക് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോ പാർക്കിലൊക്കെയുള്ള IT കമ്പനികളുടെ ഒരു
സംഘടനയാണ്. അവരുടെ മ്യൂലേൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഡിപ്ലോമക്കാർക്കൊക്കെയുള്ള മറ്റ് അവസരങ്ങൾ സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇനി ഞാൻ MBA കാർക്കുള്ള ചില അവസരങ്ങളൊന്നും സൂചിപ്പിക്കാം. ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് സൗദി അറേബ്യയിലേക്ക് MBA കാരുടെ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി എന്ന തസ്തികയിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ്. MBA വിത്ത് 1 year എക്സ്പീരിയൻസ് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. MS Excel അതേപോലെ ഇമെയിൽ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള സ്കില്ല് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സാലറി ആണ്ട് 1800 സൗദി റിയാൽ വരെയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലെ ഈ ഒരു മാനേജ്മെന്റ് ട്രെയിനി അവസരത്തിലേക്ക് എത്തുവാനായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. SFO ടെക്നോളജീസ് നാം അറിയുന്നത് പോലെ നെസ്റ്റ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു പ്രമുഖ സ്ഥാപനമാണ്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ഇവരെ 3 തസ്തികകളിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയർ ട്രെയിനി എന്ന തസ്തികയിലേക്ക് BTech അല്ലെങ്കിൽ ഡിപ്ലോമ, അത് ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിനും 1 year വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അവസരങ്ങളുണ്ട്. AutoCAD 2D 3D ഒക്കെ അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ എഞ്ചിനീയർ ട്രെയിനി സോഴ്സിംഗ് എന്ന തസ്തികയിലേക്കും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. BTech അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്കായിരിക്കും അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ HR ട്രെയിനി എന്ന തസ്തികയിലേക്ക് ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു MBA HRO അല്ലെങ്കിൽ MHRMO ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ഫ്രഷേഴ്സിനും ഒരു 1 year താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമായിരിക്കും അവസരങ്ങളുള്ളത്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ SFO ടെക്നോളജി, നെസ്റ്റ് ഗ്രൂപ്പിലെ SFO ടെക്നോളജിയിലെ ഈ അവസരങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് jobsbridge.com നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. MBA HR-കാർക്കുള്ള ഒരു അവസരം കൂടി ഒന്ന് സൂചിപ്പിക്കാം. പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് തിരുവനന്തപുരത്തേക്ക് MBA HR കഴിഞ്ഞാൽ ഫ്രഷേഴ്സ് അല്ലെ 1 year താഴെയുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി എന്ന തസ്തികയിലേക്കായിരിക്കും. അപ്പോൾ അതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 5-6 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ ഇവരുടെ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അവർക്ക് പ്രൈവറ്റ് കമ്പനികളിലെ റിക്രൂട്ട്മെന്റ് ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. എന്നാൽ ഞാൻ സൂചിപ്പിച്ച ഒരു ഇന്റേൺഷിപ്പ് വേക്കൻസിക്ക് 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് ആസാപ് കേരള ഗവൺമെന്റ് ഒരു കമ്പനിയാണ് അവരെ ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. അതേപോലെ അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും ഒന്നും പ്രൈവറ്റ് കമ്പനികളിൽ ടെസ്റ്റിനോ ഇന്റർവ്യൂവിനോ വിളിക്കത്തില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും ക്ഷണിക്കുക എന്ന കാര്യം കൂടി അറിയുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ പുതിയതായിട്ടൊരു വാട്സാപ്പ് ചാനലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഡെയിലി മിനിമം 10 ജോബ് ഓപ്പർച്യൂണിറ്റി എങ്കിലും ആ ചാനലിൽ ലഭ്യമാവും. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി.